ഈ കാലാവസ്ഥയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചുക്ക് കാപ്പീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, കൂടാതെ നമുക്ക് ജലദോഷവും കഫക്കെട്ടും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്ന് കുറച്ച് കാപ്പി കഴിച്ചാൽ നമുക്ക് നല്ലൊരു റിലീഫാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ഞാൻ കാപ്പി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് തുളസിയൊക്കെ ആദ്യം നുള്ളിയെടുക്കാണ്. ഓവറായിട്ട് തുളസിയൊന്നും വേണ്ട, കുറച്ച് തുളസി മതി. അപ്പം തുളസിയൊക്കെ ഞാൻ നുള്ളിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പനിക്കൂർക്കാണ് ഇട്ടത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ കഞ്ഞിക്കൂർക്കൽ എന്ന് പേരുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒക്കെ നശിച്ചു പോയതായിരുന്നു. പിന്നെ രണ്ടാമത് കൊണ്ട് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ എടുക്കുന്നത് നമ്മുടെ പേരക്കയില്ലേ, പേരക്കൻ്റെ തളിരില എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണ്ട, വെറും 2 മാത്രം മതി. കുറച്ച് കൂടുതൽ കാപ്പി ഉണ്ടെങ്കിൽ ഒരു 3-4 ദാറ്റ്സ് ഓൾ. അപ്പോൾ കാപ്പിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 2 കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, അതുമാതിരി 2 പേരക്കൻ്റെ തളിരില, പിന്നെ കുറച്ച് തുളസിയും ചുവന്നുള്ളിയും കുരുമുളകും നല്ല ജീരകം. പിന്നെ എനിക്ക് ചുക്ക് കിട്ടിയിട്ടില്ല, അതിന് പകരം ചുക്ക് പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചുക്ക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര വലുപ്പമുള്ളൊരു പച്ചിഞ്ചിയാണ്, അത് ചതച്ചിട്ട് നമുക്ക് കോഫിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒന്ന് തോല് പൊളിച്ചിട്ടും കൊണ്ടുവരട്ടെ. പിന്നെ ഇത് കോഫി പൗഡറാണ്. ഏകദേശം ഒരു 3-4 ചൊള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങൾ പൊതുവെ ചെറിയുള്ളി ഇട്ടിട്ടാണ് കോഫി ഉണ്ടാക്കൽ. അങ്ങനെ ഞാൻ എല്ലാ ഐറ്റംസും വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനിതാ ഒരു 1.5 സ്പൂണ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ കുരുമുളകാണ്. ഇനി അതിലേക്ക് ഞാൻ നല്ല ജീരകം ഒരു 1/2 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കട്ടോ. ഇനി ചതക്കണ ബുദ്ധിമുട്ടുള്ളവർ മിക്സിൻ്റെ ചാലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുരുമുളകും ഉള്ളി ഇതേ രീതിയിൽ ചതച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ പേരക്കൻ്റെ ഇലയും തുളസിയും ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തുളസിയും പേരക്കൻ്റെ ഇലയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഓവറായിട്ട് ചതഞ്ഞറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഇതുപോലെ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കാപ്പിക്കുള്ള ഐറ്റംസ് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് 3 പേർക്ക് കുടിക്കട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സൊക്കെ അല്ലേ എല്ലാവരും കഴിക്കുള്ളൂ. ഇനി നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനേ. ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ഐറ്റംസ് കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം. ഞാൻ ഗ്യാസെല്ലാം കത്തിച്ചു. ഗ്യാസ് മേലെന്താ വെച്ച് കൊടുക്കാൻ. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നാക്കി തിളപ്പിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെക്കട്ടെ. ഇനി ഞാൻ ചുക്കിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയേ. അപ്പോൾ ചുക്കിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ ഏകദേശം ഒരു 1/2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നാക്കി തിളപ്പിച്ചിട്ട്
ഇതിൻ്റെ സത്തൊക്കെ ഇതിലിറങ്ങി വരണേ. നമ്മൾ പനിക്കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പനിക്കൂർക്ക ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഈ തിളച്ചതിന് ശേഷം വീണ്ടും ഞാനൊരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ സത്തൊക്കെ അപ്പോഴേ ഇതിൽ ഇറങ്ങി വരുള്ളൂ. ഏകദേശം 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിതിലേക്ക് മധുരമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തു. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മധുരം മതി. ഇനി ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 സ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക. ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കുക. അങ്ങനെ ഗ്യാസെല്ലാം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചണ്ടിയെല്ലാം നന്നാക്കി അരിച്ചു മാറ്റിയിട്ട് ഞാനിതാ ഗ്ലാസ്സിലേക്ക് പകർന്ന് കൊടുക്കാൻ കേട്ടോ. ഇത് നല്ല ചൂടിൽ കഴിക്കണം. നമുക്ക് എത്ര ചൂടിൽ കഴിക്കാൻ പറ്റുമോ അത്രയും ചൂടിൽ കഴിക്കാം. അപ്പോഴാണ് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു റിലീഫ് ഉണ്ടാവുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കാരണം തണുപ്പാണ്. ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ വെറും വയറ്റിൽ കാപ്പി ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അല്ലാത്തവർക്കും ഇത് കഴിക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കാപ്പി ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.